ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനൂസ് വ്ലോഗ്സ് ആൻഡ് കിച്ചൺ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ ലഡു ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡു റെസിപ്പിയാണ്. ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ റവയിൽ ചേർക്കാൻ ആവശ്യമായ പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുവാണ്. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. കൂടെ ആവശ്യമായ കശുനട്ട് കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുനട്ട് റോസ്റ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ശേഷം അതേ കടായിൽ തന്നെ ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുത്ത് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുവാണ്. റവ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. റവ നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കശുനട്ട് കൂടെ ചേർക്കുവാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ റവ കടായിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന പാല് ചെറിയ ചൂടോടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുത്ത് കട്ടിയായി പോകരുത്. അതിന് മുൻപ് റവ ഒന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചൂടിലെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ഒഴിച്ച പാൽ ഇച്ചിരി കൂടിപ്പോയി. ഉരുട്ടുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആവുന്നുണ്ട്. നിങ്ങൾ പാൽ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലൊന്നും ആവില്ല. എല്ലാം ഇതുപോലെ തന്നെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. നല്ല ടേസ്റ്റി റവ ലഡു റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.